ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സ്വദരി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല വഅൻത തജ്അലുൽ ഹസ്ന ഇദാ ശിഅ്ത സഹ്ല. റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ നമ്മള് സൂറ ബഖറ 31 ആയത്താണ് നമ്മൾ കഴിഞ്ഞത് അല്ലേ. അപ്പൊ 30-ാമത്തെ ആയ മുതൽ നമ്മൾ പഠിച്ചു. എന്താണ് 30-ാമത്തെ ആയല്? അള്ളാഹു സുബ്ഹാനഹു വതആല ഭൂമിയിലേക്ക് ഖലീഫനെ നിയമിക്കാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഖലീഫയെ ആക്കാൻ പോകുന്നുണ്ട് എന്ന് ആരോടുമായിട്ട് സംസാരിച്ച് മലക്കുകളായിട്ട് ഡിസ്കസ് ചെയ്ത കാര്യമാണ് 30-ാമത്തെ ആയല് നമ്മൾ പഠിച്ചത്. 31-ാമത്തെ ആയല് സൃഷ്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം 31-ാമത്തെ ആയല് സൃഷ്ടിച്ചതിനെ പറ്റിയൊന്നും അവിടെ പറയുന്നില്ല. 31-ാമത്തെ ആയല് പറയുന്നത് എന്താന്ന് വെച്ചാല്, ആദം അലൈഹിസ്സലാമിന് എല്ലാ പേരുകളും പഠിപ്പിച്ചു കൊടുത്തു. ആ പേരുകളിലുള്ള വസ്തുക്കള് ജീവനുള്ളതോ ഇല്ലാത്തതോ എന്താണെന്ന് ഇവിടെ പറയുന്നില്ല. ആ പേരിലുള്ള സംഭവങ്ങളെല്ലാം മലക്കുകൾക്ക് പ്രദർശിപ്പിച്ചു. എന്നിട്ട് മലക്കുകളോട് അതിന്റെ പേര് പറയാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതുവരെയാണ് നമ്മൾ പഠിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് 31 വരെ അതാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, ഇനി 32-ാമത്തെ ആയല് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറയാണ്, ഖാലു എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു. ഇവിടെ ഈ അവർ എന്ന് പറഞ്ഞാല് മലക്കുകളാണ്. ഖാലു. ഓക്കെ, കുറെ ആൾക്കാർ പറയുമ്പോൾ നമ്മൾ പഠിച്ചല്ലോ, കൂടുതൽ ആളുകളുള്ള സമയത്താണ് എന്ത് ചെയ്യുക? ഖാലു. ഓക്കെ, സുബ്ഹാനക് എന്ന് പറഞ്ഞാല് മലക്കുകൾ എന്ത് ചെയ്തത്? അള്ളാഹുവിനെ പരിശുദ്ധിപ്പെടുത്തി. ഓക്കെ, എന്താണ് പറഞ്ഞത്? നീ മഹാപരിശുദ്ധനാണ്. ലാ ഇൽമ, ലാ എന്ന് പറഞ്ഞാൽ ഇല്ല, ഇൽമ എന്ന് പറഞ്ഞാല് അറിവ്. ആർക്ക്? ഞങ്ങൾക്ക് ഒരു അറിവുമില്ല. അറിവിൽപ്പെട്ട ഒന്നും ഞങ്ങൾക്കില്ല. എന്ത് മാത്രമേ ഉള്ളൂ? ഇല്ലാമ എന്ന് പറഞ്ഞാല് യാതൊന്നല്ലാതെ. എന്ത്? അല്ലം തന, നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചതല്ലാതെ. അല്ലം ത, ഞങ്ങളേക്ക് പഠിപ്പിച്ചു. അല്ലം പഠിപ്പിച്ചു, ത ഞങ്ങളെ, നാ അല്ലം ത നീ, നാ ഞങ്ങളെ. അല്ലം പഠിപ്പിച്ചു, ത ഞങ്ങളെ, നാ ത നീ. അല്ലം ത എന്ന് പറഞ്ഞാൽ നീ പഠിപ്പിച്ചു. സോറി, അല്ലം ത നീ പഠിപ്പിച്ചു, നാ ഞങ്ങളെ. ഓക്കെ, അതാണ് അല്ലം ത നീ പഠിപ്പിച്ചു, അല്ലം ത നീ പഠിപ്പിച്ചു, നാ ഞങ്ങളെ. അപ്പൊ നീ പഠിപ്പിച്ച അറിവല്ലാതെ അള്ളാഹുവിനോട് പറയാണ്, മലക്കുകൾ അള്ളാഹുവിനോട് പറയാണ്, അള്ളാഹു പഠിപ്പിച്ച അറിവല്ലാതെ ഞങ്ങൾക്ക് വേറൊരു അറിവുമില്ല. അപ്പൊ ഈ വസ്തുക്കളുടെ പേരുകളൊന്നും അള്ളാഹു മലക്കുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ മലക്കുകൾക്ക് അറിയേണ്ട ആവശ്യമില്ല. ആദം അലൈഹിസ്സലാമിനെയാണ് ഭൂമിയിലേക്ക് ഇറക്കാൻ പോകുന്നത്. ഭൂമിയിലേക്ക് താമസം തുടങ്ങുന്ന സമയത്ത് ആവശ്യമുള്ള ട്രെയിനിങ് കൊടുക്കുകയാണ് ആദം അലൈഹിസ്സലാമിന്. അവിടെ സ്വർഗത്തിൽ വെച്ചുള്ള ട്രെയിനിങ് ആണ്. ഓക്കെ, അപ്പൊ അത് മലക്കുകൾക്ക് അറിയേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് മലക്കുകൾക്ക് അത് അറിയില്ല. ഓക്കെ, ഇന്നക്ക എന്ന് പറഞ്ഞാൽ ഇന്ന പ്ലസ് അൻത, ഇന്നക്ക തീർച്ചയായും. ഇന്ന എന്ന് പറഞ്ഞാൽ തീർച്ചയായും. നമ്മള് അല്ലെ ഫസ്റ്റ് മുതലേ കാണുന്നതാണല്ലോ ഇന്ന എന്ന് പറഞ്ഞാൽ നിശ്ചയം, തീർച്ചയായും. എന്ന് പറഞ്ഞാല് ഇന്നയുടെ കൂടെ അൻത വരുന്ന സമയത്താണ് ഇന്നക്ക വരുന്നത്. ഇന്ന പ്ലസ് അൻത, ഇന്നക്ക തീർച്ചയായും നീ. എഗൈൻ വീണ്ടും ഒരു അൻത കൂടെ പറഞ്ഞു. എന്തിനാന്ന് വെച്ചാല് ഉറപ്പിക്കാൻ വേണ്ടിയാണ്, ശക്തി കൂട്ടാൻ വേണ്ടിയാണ് പറഞ്ഞ കാര്യം 2 തവണ പറയുന്നത്. അൻത നീ തന്നെയാണ്, അൽ അലീം എന്ന് പറഞ്ഞാല് എല്ലാം അറിയുന്നവൻ, അൽ ഹക്കീം എല്ലാ ഹിക്മത്തും ഉള്ളവൻ. അൽ അലീമാണ്, അൽ ഹക്കീമാണ്. അപ്പൊ ഇതിൽ നിന്ന്
നമുക്ക് പഠിക്കാനുള്ള എന്താന്ന് വെച്ചാല് പിന്നെ അള്ളാഹുവിനോട് സംസാരിക്കുന്ന സമയത്ത് സുബ്ഹാനക് അല്ലെ അങ്ങനെ പറഞ്ഞിട്ടാണ് എന്ത് ചെയ്തത് മലക്കുകൾ തുടങ്ങിയത്. അപ്പൊ നമ്മളും അല്ലെ നമ്മളെ ഫാത്തിഹയിൽ എങ്ങനെയാണല്ലോ നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നത്. നമ്മള് ഹിദായത്തിന് ചോദിക്കുന്ന ദുആ ആണല്ലോ ഫാത്തിഹ. അപ്പൊ അതിൽ നമ്മൾ തുടക്കത്തിൽ എന്താ ചെയ്യുന്നത്? അള്ളാഹുവിനെ പുകഴ്ത്തുന്നു അല്ലെ, അള്ളാഹുവിനെ ഹംദും സ്തുതിയൊക്കെ ചെയ്തിട്ടാണല്ലോ നമ്മള് ഈ ദുആ ചെല്ലുന്നത് പറയുന്നത്. അപ്പൊ അതുപോലെ നമ്മള് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന സമയത്തും അല്ലാത്ത സമയത്തും എല്ലാ സമയത്തും നമ്മൾ എന്ത് ചെയ്യുക? അള്ളാഹുവിനെ പരിശുദ്ധിപ്പെടുത്തുക. അതാണ് ഒരു പാഠത്തിലുള്ളത്. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ അൽ അലീം. അൽ അലീം എന്ന് പറഞ്ഞാല് അറിവുള്ളവൻ. അള്ളാഹുവിന്റെ അറിവിനെ സംബന്ധിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ത്രോതാണല്ലേ, നമ്മൾ കേട്ടതാണ്. ആ അറിവിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് എല്ലാ അറിവും ഉണ്ടാവും. എല്ലാ അറിവും എല്ലായ്പ്പോഴും അറിവുണ്ടാവും. അറിവില്ലാണ്ടായി പോകുന്നില്ല. ഒന്നിനെ കുറിച്ച് അറിവില്ലാണ്ടായി പോവില്ല. എല്ലാ സാധനത്തിനും എല്ലാ സംഭവത്തിനെ കുറിച്ചുള്ള എല്ലാ അറിവും ആർക്കുള്ളത്? 100% അറിവ് ആർക്കേ ഉള്ളൂ? അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. അതാണ് അലീം. അൽ ഹക്കീം എന്ന് പറഞ്ഞാൽ ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ യുക്തി എന്ന് പറയാ. എന്ന് പറഞ്ഞാൽ അറിവിന്റെ ഏറ്റവും ഹയസ്റ്റ് ലെവലിനാണ് എന്ത് പറയാ? ഹിക്മത്ത് എന്ന് പറയുന്നത്. അപ്പോ ഉദാഹരണത്തിന് അള്ളാഹു ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ വേണ്ടുന്ന നിയമങ്ങളുണ്ടല്ലോ. ആ നിയമങ്ങള് ഏറ്റവും എല്ലാ കാലഘട്ടത്തിലും എല്ലാ ആൾക്കാർക്കും അല്ലെ എല്ലാ സമയത്തും പാലിക്കാൻ പറ്റുന്ന നിയമങ്ങളാണ് അള്ളാഹു നമുക്ക് തന്ന നിയമം. അതെന്ത് കണ്ടാണ്? അത് അള്ളാഹുവിന്റെ ഹിക്മത്താണ്. അള്ളാഹു ഹക്കീം ആയതുകൊണ്ടാണ് അല്ലെ. അപ്പൊ നമ്മൾ ആ നിയമം നമ്മൾ തെറ്റിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ഏതെങ്കിലും ഒരു നിയമം ഒരു കാര്യം നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഭയങ്കര ഷർറുണ്ട്. നമുക്ക് അത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്? നമ്മൾ തന്നെ ബുദ്ധിമുട്ടാവും. ഓക്കെ. അങ്ങനെയുള്ള കാര്യങ്ങളാണ് അള്ളാഹു നോ പറഞ്ഞത്. അള്ളാഹു യെസ് പറഞ്ഞതിനൊക്കെ അതിൻ്റെതായ മെച്ചങ്ങളുണ്ട്. ഓക്കെ. അതാണ്. അപ്പൊ ഇതിന്റെ തജ്വീദിന്റെ നിയമങ്ങള് ഇവിടെ ലന 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 എന്ന് പറഞ്ഞാൽ നൂനിന് അലിഫ് മദ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഹംസ ഉണ്ട് അല്ലെ. അപ്പൊ മദ്ദുൽ മുൻഫസിൽ രണ്ടും രണ്ട് വാക്കിലാണ്. രണ്ടും ഒരു വാക്കിലല്ല, രണ്ടും രണ്ട് വാക്കിലായത് കൊണ്ട് അത് മദ്ദു മുൻഫസിൽ 4 കൗണ്ട് നീട്ടിയിട്ട് പ്രൊനൗൺസ് ചെയ്യുക. ഓക്കെ. നൂനിന്റെ മദ്ദിനെ 4 കൗണ്ട് നീട്ടിയിട്ട് ഓതുക. ഓക്കെ. നെക്സ്റ്റ് ഉള്ളത് ഇവിടെ ഒരു മുകളിലൊരു അലാമത്തുണ്ട്. അവിടെ വേണേ നമുക്ക് ഫുൾ സ്റ്റോപ്പ് ഇടാം. അല്ലം തനാ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഫുൾ സ്റ്റോപ്പ് ഇടാം. ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു മദ്ദിന്റെ റൂൾ ഇവിടെ ബാധകമല്ല. ഫുൾ സ്റ്റോപ്പ് ഇട്ട് കഴിഞ്ഞാൽ മദ്ദിന്റെ റൂൾ ബാധകമല്ല. ഫുൾ സ്റ്റോപ്പ് ഇട്ടുന്നില്ല, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഓതുകയാണെങ്കിൽ ഇവിടെ ഒരു നൂനിനൊരു അലിഫ് മദ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഹംസ ഉണ്ട്. അപ്പൊ മദ് എന്താണ്? ഇതേപോലെ തന്നെ മദ് മുൻഫസിലാണ്. മദ്ദുൽ മുൻഫസിൽ. ഓക്കെ. നമ്മൾ 4 കൗണ്ട് നീട്ടിയിട്ട് പാരായണം ചെയ്യുക. ഓക്കെ. അത്രയാണ് തജ്വീദ്. അതുപോലെ തന്നെ ഇന്നക്ക എന്നുള്ള നൂനിന് ശ്രദ്ധ ഉണ്ടായാൽ നന്നായിട്ട് മണിച്ചിട്ട് 2 കൗണ്ട് മണിച്ചിട്ട് ഊതുക. ഇന്നക്ക. അതുപോലെ തന്നെ ഇവിടെ അന്ത സക്കിന നൂനിന് ശേഷം താ വന്നു. സക്കിന നൂനിന് ശേഷം താ വന്നാൽ ഇഖ്ഫ ആണ്. ഈ താ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട? മഹ്റജിലൊന്നും തൊടാതെ, ഒന്നിന്റെയും നൂനിന്റെയും താഴെയും മഹ്റജിൽ തൊടാതെയാണ് എന്ത് അതിനെ മണിക്കേണ്ടത്. അന്ത ഇന്നക അന്ത. ഓക്കെ. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുക. ഓക്കെ. ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും മ്യൂട്ടായിട്ടുണ്ടോ? അൺമ്യൂട്ട് ഉണ്ടോ? ഞാൻ അൺമ്യൂട്ട് ആണ് ടീച്ചറെ. ഓക്കെ അല്ലേ? അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ആയ കാല. അപ്പൊ നമ്മൾ പറഞ്ഞു കാല പറഞ്ഞാൽ ഒരാൾ പറയുന്നതിനാണ്. കാല പറഞ്ഞാൽ 2 ആൾ പറയുന്നതിനാണ്. കാലു പറഞ്ഞാല് കുറെ ആളുകൾ, 3ഓ അതിൽ കൂടുതലോ ആളുകൾ പറയുമ്പോഴാണ് കാലു. ഇവിടെ കാല എന്ന് പറഞ്ഞാൽ ഇവിടെ അള്ളാഹു ആണ്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് കാല. അള്ളാഹു പറഞ്ഞു എന്ത്? യാ ആദമു. യാ എന്ന് പറഞ്ഞാല് വിളിക്കാൻ യൂസ് ചെയ്യുന്ന ഹർഫ് നിദ എന്ന് പറയും. ഹർഫ് നിദ വിളിക്കാൻ ഉപയോഗിക്കുന്ന ഹർഫാണ് യാ. പറഞ്ഞിട്ട് വിളിക്കുകയല്ലേ, അതേപോലെ യാ
യാ ആദമു, യാ ആദമു, ആദമിനെയാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ യാ സജ്വീദിനെ പറയല്ലേ, യാ ആദമു, ഏ ആദം, അംബി ഹും, അംബി ഹും എന്ന് പറഞ്ഞാല് അംബി, അംബി എന്ന് പറഞ്ഞാല് ഒരു അമ്രാണ്, ഒരു കൽപ്പനയാണ്. അംബി, നീ പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ നീ അറിയിച്ചു കൊടുക്കുക. അംബി, അംബി എന്ന് പറഞ്ഞാല് നീ പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ അറിയിച്ചു കൊടുക്കുക, ഒരു കൽപ്പനയാണത്, അമ്രാണത്, കൽപ്പനയാണ്. ഹും, ആർക്കാണ് അറിയിക്കേണ്ടത്? ഹും, അവർക്ക്. അംബി ഹും, നീ അവർക്ക് അറിയിച്ചു കൊടുക്കുക. എന്തിന്? ബി അസ്മാഇഹിം, ബി അസ്മാഇഹിം, 3 സംഭവം ഉണ്ടായാല് ബി അസ്മാഇഹിം, അവരുടെ പേരുകളെ പറ്റി. നേരത്തെ പിന്നെ പ്രദർശിപ്പിച്ച സാധനങ്ങളിലെ അതിന്റെ പേരുകളെ പറ്റി, അതിന്റെ പേരുകളെ പറ്റി ആദം അലൈഹിസ്സലാമിനോട് അറിയിച്ചു കൊടുക്കാൻ പറയാണ്. ഓക്കെ, ബി അസ്മാഇഹിം, ഇവിടെ വേണമെങ്കിൽ വിളിച്ചോപ്പെടാം. എന്നിട്ട് ഫലമ്മ, ഫ എന്ന് പറഞ്ഞാല് അപ്പൊ തന്നെ, അറിയിച്ചു കൊടുത്ത ഉടനെ തന്നെ. ഫലമ്മ, അറിയിച്ചു കൊടുത്ത ഉടനെ തന്നെ എന്ത് ചെയ്തു? അംബ, അംബഅഹും, അംബഅഹും, അംബ എന്ന് പറഞ്ഞാല് അവൻ അറിയിച്ചു. അംബ, അവൻ അറിയിച്ചു. ഹും, ഇവിടെ ഇവിടെ ഫായില് ഭർത്താവ് ആദം അലൈഹിസ്സലാമാണ്. എന്ത് ചെയ്തു? അറിയിച്ചു. ബി അസ്മാഇഹിം, ഉടനെ ഈ പേരുകള് ബി അസ്മാഇഹിം, ബി അസ്മാഇഹിം, 3 കാര്യങ്ങള്. ബി അസ്മാഇഹിം, അവരുടെ പേരുകൾ അറിയിച്ചു കൊടുത്തു. അപ്പൊ ഖാല, അള്ളാഹു പറഞ്ഞു. ഖാല എന്ന് പറഞ്ഞാല് ഒരാൾ പറയുന്നതാണ്. അള്ളാഹു പറഞ്ഞു. അലം, അലം എന്ന് പറഞ്ഞാല് ചോദ്യം ചോദിക്കാൻ യൂസ് ചെയ്യുന്ന, ആ ചോദ്യം ചോദിക്കാനാണ്. ലമ്മും ചോദ്യം ചോദിക്കാനാണ്. അപ്പൊ അലം എന്ന് പറഞ്ഞാല് ഉത്തരം കിട്ടേണ്ട ചോദ്യമല്ല ഇവിടെ ചോദിക്കുന്നത്. അലം, അലം, അലം അഖുൽ, ഞാൻ പറഞ്ഞില്ലേ. അലം അഖുൽ, ഞാൻ പറഞ്ഞില്ലേ. ലക്കും, നിങ്ങളോട്. ല പ്ലസ് കും, ലക്കും, നിങ്ങളോട്. എന്താ പറഞ്ഞത്? ഇന്നി, ഇന്നി, ഇന്നി എന്ന് പറഞ്ഞാൽ ഇന്ന പ്ലസ് അന, ഇന്ന പ്ലസ് അന, തീർച്ചയായും ഞാൻ. ഇന്ന പ്ലസ് അനയാണ് ഇന്നി. ഇന്നി അലമു, അലം എന്ന് പറഞ്ഞാല് ഞാൻ അറിയും, ഞാൻ അറിയും. ഓക്കെ, ഞാൻ അറിയും. എന്ത്? ഗൈബ, ഗൈബ, ഗൈബ എന്ന് പറഞ്ഞാല് അദൃശ്യം. ഗൈബ, ഗൈബ സമാവാതി വൽ അർദ്, ഗൈബ സമാവാതി വൽ അർദ്, എന്തറിയാ? ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള ഗൈബ്, അദൃശ്യങ്ങള് ആർക്കറിയാം? അള്ളാഹുവിന് അറിയാം. എന്ന് ഞാൻ പറഞ്ഞില്ല എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. വ ആലമു, വ എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ എന്തു അറിയാം? വ ആലമു മാ തുബ്ദൂൻ, തുബ്ദൂൻ എന്ന് പറഞ്ഞാല് നിങ്ങൾ വെളിവാക്കുന്നത്. വമാ കുന്തും, നിങ്ങളായിരുന്നതും. തക്തുമൂൻ, ഒളിച്ചു വെക്കുന്നതും. അപ്പൊ എന്തൊക്കെ അറിയാവുന്നത്? ആകാശഭൂമികളിലുള്ള ഗൈബായിട്ടുള്ള കാര്യങ്ങള്, ആകാശഭൂമിയിലുള്ള ഗൈബി ആയിട്ടുള്ള കാര്യങ്ങളും, എല്ലാരും ഒളിച്ചു വെക്കുന്ന കാര്യങ്ങളും, എല്ലാരും വെളിവാക്കുന്ന കാര്യങ്ങളും എല്ലാം ആർക്കറിയാം? അള്ളാഹുവിന് അറിയാമെന്നാണ് അള്ളാഹു പറയുന്നത്. അള്ളാഹുവിന്റെ ഇൽമാണ് അവിടെ പറയുന്നത്. ഓക്കെ, അവിടെ ഓല യാ ആദമു. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? അപ്പൊ ആദം അലൈഹിസ്സലാം ഈ പേരുകൾ പറഞ്ഞു കൊടുത്തല്ലോ അല്ലെ. പേരുകൾ പറഞ്ഞു കൊടുത്തത് ആദം അലൈഹിസ്സലാമിന്റെ അറിവിൽ നിന്ന് എടുത്ത് പറഞ്ഞു കൊടുത്ത അറിവല്ലല്ലോ അല്ലെ. എങ്ങനെ കിട്ടിയ അറിവാന്ന്? അള്ളാഹു പറഞ്ഞു കൊടുത്ത അറിവല്ലേ അല്ലെ. അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ ആദ്യം. ആ ഒരു അറിവാണ് ആദം അലൈഹിസ്സലാം പറഞ്ഞത്. അല്ലാതെ ആർക്കും എന്തില്ല അറിവുകള്, എല്ലാ അറിവും ആർക്കേ ഉള്ളൂ? അള്ളാഹുവിന് മാത്രമേ അറിവുള്ളൂ. അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവേ എല്ലാവർക്കും ഉള്ളൂ. അപ്പൊ ഓരോരുത്തർക്കും ഓരോ വിഭാഗത്തിന്, അല്ലെങ്കിൽ ഓരോ പിന്നെ ജീവിയാണെങ്കിൽ അതിന്, സസ്യമാണെങ്കിൽ അതിന്, മലക്കാണെങ്കിൽ അതിന്, ജിന്ന എന്താണോ മനുഷ്യന്, എല്ലാവർക്കും
ഓരോരുത്തർക്കും ഡ്യൂട്ടി ഉണ്ടാവും. ഓരോരുത്തർക്ക് ഡ്യൂട്ടി ഉണ്ട്. മലക്കുകൾക്ക് ഡ്യൂട്ടി ഉണ്ട് അല്ലേ? മലക്കുകളെ ഡ്യൂട്ടിക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും മലക്കുകൾക്ക് അറിയാം. ഓക്കെ, മനുഷ്യനാണെങ്കിൽ നമുക്ക് ഭൂമിയിൽ ജീവിക്കാനും നമ്മൾ എന്തിനാണോ പിന്നെ ഇങ്ങോട്ട് അയച്ചത് ആ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ശരിയും തെറ്റൊക്കെ നമുക്കറിയാം അല്ലെ? ശരിയും തെറ്റൊക്കെ അറിയാനുള്ള കഴിവ് നമ്മളെ ഉള്ളിൽ തന്നെയുണ്ട്. പിന്നെ ഏതിലുണ്ട്? അതാത് കാലത്തുള്ള റസൂലുകൾക്ക് ഇറക്കി കൊടുത്ത ഗ്രന്ഥത്തിലൂടെ അള്ളാഹു പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓരോരുത്തർക്കും വേണ്ട അറിവുകൾ ഒരാൾക്കും ഉണ്ടാവും. അല്ലാത്ത ഗൈബിയായ അറിവ് ആർക്കില്ല? ഒരാൾക്കും ഇല്ല. അത് ആർക്ക് മാത്രമേ ഉള്ളൂ? അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് നമ്മള് വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അറിവ് നേടുക. ഇപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയില്ലേ, അറിവ് നേടിയത് കൊണ്ട് ആദം അലൈഹിസ്സലാം ആരെക്കാണ് ഉയരത്തിൽ വന്ന് ചിലപ്പോ ആദം അലൈഹിസ്സലാം മലക്കുകളെക്കാണ് ഉയരത്തിലേക്ക് എത്തിയില്ലേ അല്ലേ? എല്ലാ വസ്തുക്കളെയും പേര് പറഞ്ഞു കൊടുക്കാൻ പറ്റി. അതെന്തുകൊണ്ടാണ്? അറിവ് നേടുന്നത് കൊണ്ട്. അപ്പൊ അറിവിന്റെ ഒരു പ്രാധാന്യം എന്നാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? മാക്സിമം അറിവ് നേടിയെടുത്താൽ നമുക്ക് കൂടുതൽ കൂടുതൽ എന്തുണ്ടാവും? ഉയരത്തിലേക്ക് നമ്മളെ നമ്മളെ ഫദ്ല് ഉയരും. ഓക്കെ, പിന്നെ ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാല് അള്ളാഹുവിന് എല്ലാ കാര്യങ്ങളും അറിയാം അല്ലെ? നമ്മൾ മറച്ചു വെക്കുന്നാലും നമ്മൾ വെളിവാക്കുന്ന കാര്യങ്ങളും ആർക്കറിയാം? അള്ളാഹുവിന് അറിയാം അള്ളാഹു പറഞ്ഞു. അപ്പൊ അത് നമുക്കൊരു പാഠമാണ്. എന്ന് പറഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ച് ഭൂമിയിലേക്ക് ജീവിക്കാൻ വിടണം. അതിനുള്ള ട്രെയിനിങ് ആണ് ഇവിടെ നടക്കുന്നത്, സ്വർഗത്തില് നടക്കുന്നത്. ഓക്കെ, അതിന്റെ ഭാഗമായിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായെന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. അപ്പൊ അതിന്റെ ഭാഗമാണിത്. അപ്പൊ നമ്മള് എന്ത് ചെയ്യുക? ഈ ഒളിച്ചു വെച്ച കാര്യങ്ങൾ അറിയാമെന്ന് പറയുമ്പോൾ നമ്മൾ ഭയപ്പെടുക അല്ലേ? നമ്മളെ മനസ്സിനുള്ളിൽ എന്ത് മാത്രം സൂക്ഷിക്കുക? എല്ലാരെ പറ്റിയും എന്തിനെ പറ്റിയും നല്ലത് മാത്രം സൂക്ഷിക്കുക. എല്ലാ തിന്മയും നമ്മളെ മനസ്സിൽ നിന്ന് നമ്മൾ ഒഴിവാക്കുക. നമുക്കായിട്ട് ഒഴിവാക്കാൻ പറ്റില്ല. ദ്വാ ചെയ്തിട്ട് നമ്മളത് നേടിയെടുക്കുക, മനസ്സ് ശുദ്ധിയാക്കി വെക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അതിലിടയിൽ തജ്വീദിന്റെ റൂള്. എന്താന്ന് വെച്ചാല് പാല എന്ന് പറഞ്ഞാല് ഒരാൾ പറഞ്ഞാൽ നമുക്കറിയാലോ, യാ ആദമു. ഇവിടെ എന്തുണ്ട്? യാ, അതിൻ്റെ ഉള്ളിൽ ഒരു അലിഫ് സഗീറ ഉണ്ട്, അത് കണ്ടിട്ടുണ്ടാവും. യാടെ ഉള്ളില് എന്തുണ്ട്? ഒരു അലിഫ് സഗീറ ഉണ്ട്. യാ കഴിഞ്ഞിട്ട് അത് ഒരു മദ്ദാണ്. അത് കഴിഞ്ഞിട്ട് ഹംസയും ഉണ്ട്. യാ, ഇത് 4 കൗണ്ട് നീട്ടുക, 4 കൗണ്ട് ഈ നീട്ടുക. ഇത് രണ്ടും രണ്ടാണ്. യാ വിളിക്കാൻ യൂസ് ചെയ്ത ഒരു ഹർഫാണ്. ആദമു എന്ന് പറഞ്ഞത് നെയ്മാണ്. അപ്പൊ രണ്ടും രണ്ടാണ്. അൽ മദ്ദുൽ മുൻഫസിലാണ്. യാ ആദമു. ഇവിടെ അംബിഹും, അംബിഹും. സാക്കിനായ നൂന് കഴിഞ്ഞിട്ട് ബാ വന്നു. സാക്കിനായ നൂന് കഴിഞ്ഞിട്ട് ബാ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ഇഖ്ലാബ് അല്ലേ? ഇഖ്ലാബ് നൂനിന്റെ സൗണ്ടിനെ മറിച്ചിട്ട് മീമിന്റെ സൗണ്ട് ആക്കും. അതാണ് നമ്മുടെ ഒരു മീമ്, ഒരു വാല് താഴോട്ടുള്ള ഒരു മീമ അവിടെ തൂങ്ങി കിടക്കുന്നത്. എന്തിനാണ്? അത് നൂനിനെ മീമിന്റെ സൗണ്ടിലോട്ടാണ് മാറ്റേണ്ടത്. ഇഖ്ലാബ്, ഇഖ്ലാബ് എന്ന് പറഞ്ഞാല് മാറ്റി മറിക്കുക, മാറ്റി മറിച്ച് മണിക്കുക. അതാണ്. ഇപ്പൊ നമ്മള് അത് പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നൂനിന്റെ സൗണ്ട് എവിടെയും കേൾക്കാനുണ്ടാവില്ല അല്ലേ? അംബ് അല്ലെ? അംബി ഹും, അംബി ഹും. ഓക്കെ, നെക്സ്റ്റ് ഹംസ സുക്കൂൻ. ഹംസ സുക്കൂൻ ഇട്ടാല് എന്താണ് നിയമം? സുമ ടീച്ചർ പറയോ? ഹംസക്ക് സുക്കൂൻ ഇട്ടാല് പ്രൊനൗൺസ് ചെയ്യാൻ എങ്ങനെയാണ്? അത് കട്ട് ചെയ്തിട്ട് ഉച്ചരിക്കുന്ന പോലെ വരും. യെസ്, കട്ട് ചെയ്തിട്ടാണ് നമ്മൾ അതിനെ പ്രൊനൗൺസ് ചെയ്യേണ്ടത്. അംബി, അംബി ഹും, അംബി ഹും. ഓക്കെ, മീമിന് അവിടെ സുക്കൂനിന്റെ ചിഹ്നമില്ല, സുക്കൂനിന്റെ ചിഹ്നമില്ല. കഴിഞ്ഞിട്ട് എന്താണ്? ബായാണ് വന്നത്. അപ്പം യഖ്ഫാണ്, യഖ്ഫാഉ ശഫവി പറയും. മീമ് ബായിലോട്ട്, ബായും മീമും കൂടിയും എന്താണ്? അല്ലെ? അംബി ഹുംബി, അംബി ഹുംബി. ഓക്കെ, അത് മിക്സ് ചെയ്തിട്ട് പ്രൊനൗൺസ് ചെയ്യുക, മണിക്കുക. അംബി ഹുംബി അസ്മാഇഹിം. ഇവിടെ എന്തുണ്ട്? അസ്മാ. ഇത് മദ്ദുൽ മുത്തസിലാണ്. അസ്മാ, മീമിന് മദ്ദുണ്ട്. അസ്മാ. അത് കഴിഞ്ഞിട്ട് എന്തുണ്ട്? ഹംസയുണ്ട്.
അപ്പൊ ഇത് രണ്ടും ഒരു വാക്കാണ്, അസ്മാ. ഓക്കെ, അപ്പൊ അത് 4 കൗണ്ട് നിർബന്ധമായിട്ട് നീട്ടിയിട്ട് പ്രൊനൗൺസ് ചെയ്യും. മദ്ദുൽ മുത്തസിൽ, മദ്ദു മുത്തസിലാണ്, 4 കൗണ്ട് നീട്ടിയിട്ട് പ്രൊനൗൺസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ ഫലമ്മ. ഇവിടെ വേണമെങ്കിൽ ഫുൾ സ്റ്റോപ്പ് ഇടാനുള്ള ഒരു അടയാളം ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവിടെ നമുക്ക് ഫുൾ സ്റ്റോപ്പ് ഇടാം, കൂട്ടി ഉദയം ചെയ്യാം, എന്തും ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ ഫലമ്മ, മീമിന് ശബ്ദം ഉണ്ട്, എന്ത് ചെയ്യാ, മണിക്കുക. മീമിന് ശബ്ദം 2 കൗണ്ട് മണിക്കുക. മീമിന് മദ് ഉണ്ട്, അലിഫ് മദ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഹംസ ഉണ്ട്. ഇവിടെ 3 റൂൾ ഉണ്ട്. അപ്പൊ അവിടെ എന്ത് റൂളാണ്? ഫലമ്മ 2 വാക്കാണത്, മദ്ദു മുൻഫസിലാണ്. ഓക്കെ, 4 കൗണ്ട് നീട്ടിയിട്ട് തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യുക, പക്ഷെ നിർബന്ധമില്ല. ഓക്കെ, 2 വാക്കായതുകൊണ്ട് ഫലമ്മ. ഇനി ഇതിന്റെ ഉള്ളിലൊരു നൂനുണ്ട് അല്ലെ, അംബ, അംബ അഹും. ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ. ഓക്കെ, ഇഖ്ലാബ്, നൂനിന്റെ സൗണ്ടിനെ മീമിന്റെ സൗണ്ടിലേക്ക് ആക്കിയിട്ട് മണിക്കുക, അംബ അഹും. ഓക്കെ, ഇവിടെയും മീമും ബായും. അംബ അഹും ബി, അംബ അഹും ബി, ബി അസ്മാഇഹിം, ബി അസ്മാഇഹിം. ഇവിടെ എന്തുണ്ട്? മദ്ദുൽ മുത്തസിലുണ്ട്, നിർബന്ധമായിട്ട് നീട്ടേണ്ടി ഒരു മദ്ദുണ്ടാകും. ഓക്കെ, ദെൻ ഖാല, ഖാല അവൻ പറഞ്ഞു, അലം, അലം, അലം അഖുൽ. ഇവിടെ കണ്ടോ, ഇവിടെ ഇത് വേറൊരു നിയമമാണ്, ലാം സാക്കിന. നമ്മൾ ഇതുവരെ പറയാത്തൊരു നിയമമാണ്, ലാം സാക്കിനന്റെ നിയമമാണ്. സുക്കൂനുള്ള ലാമിന് ശേഷം ലാമോ റായോ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇദ്ഗാം ചെയ്യും. സുക്കൂനുള്ള ലാമിന് ശേഷം ലാമോ റായോ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ലാം സാക്കിനന്റെ നിയമമാണ്, സുക്കൂനുള്ള നൂനിന്റെ ലാമിന്റെ നിയമമാണ് എന്ത്? അവിടെ മിക്സ് ചെയ്തിട്ട് പ്രൊനൗൺസ് ചെയ്യുക. ഓക്കെ, ഇതിന് 2 സെയിം ലെറ്റേഴ്സ്, ഒരേ ലെറ്റേഴ്സ്, ഫസ്റ്റ് ലെറ്റർ സുക്കൂനിട്ട് വന്നാലും സെക്കൻഡ് ലെറ്റർ അറക്കയിട്ട് വന്നാലും ഈ നിയമമുണ്ട്. ഇത് ലാം സാക്കിനന്റെ നിയമം ഉള്ളത് കൊണ്ടാണ് ബാക്കി കേസ് വരുന്ന സമയത്ത് നമുക്ക് അതിനെപ്പറ്റി പറയാം. ഓക്കെ, ഇത് ലാം സാക്കിനന്റെ നിയമം, സുക്കൂനിട്ട ലാമ് കഴിഞ്ഞിട്ട് ലാമ്. അപ്പൊ എന്ത് ചെയ്യുക? 2 കൂടി മിക്സ് ചെയ്തിട്ട് പ്രൊനൗൺസ് ചെയ്യാം. അപ്പൊ നമ്മള് ഈ റൂള് എല്ലാ സ്ഥലത്തും ബാധകമല്ല. ഉദാഹരണത്തിന് ഖുറാനില് മുത്തഫിഫീൻ, സൂറ മുത്തഫിഫീനില് 83-ാമത്തെ ആയാണ് മുത്തഫിഫീനിലുണ്ട് കല്ല, അല്ലെ, കല്ല ബൽ റാന, ബൽ റാന. അപ്പൊ അവിടെ ബൽ കഴിഞ്ഞിട്ട് എന്താണ്? റായാണ്, ലാം സാക്കിന് കഴിഞ്ഞിട്ട് റായാണ്. പക്ഷേ ഇതിന്റെ മുകളിൽ ഒരു സീനിന്റെ ചിഹ്നം ഉണ്ട്. സീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സക്ത, സക്ത. ഇത് ലാം സാക്കിന. ഖുർആൻ കയ്യിലുണ്ടെങ്കിൽ നോക്കിയാൽ കാണാം കേട്ടോ. സക്ത എന്താന്ന് വെച്ചാല് നമ്മള് ഒരു പോസ് കൊടുത്തിട്ടാണ് ഇതിനെ പ്രൊനൗൺസ് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക. ബൽ, ബൽ റാന. ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇടൂല, ശ്വാസം വിടാണ്ട് ഒരു പോസ്, ശ്വാസം വിടാതെ പോസ് ചെയ്യുന്ന എന്ത് പറയുന്നത്? സക്ത പറയുന്നത്. അപ്പൊ ആ ഒരു കേസില് ഇങ്ങനത്തെ കേസ് വന്നാൽ എന്ത് ചെയ്യൂല? അവിടെ ഇടാൻ ബാധകല്ല. സുമയ ടീച്ചറെ മനസ്സിലാക്കിയോ പറഞ്ഞത്? ഓക്കെ ടീച്ചർ, ഓക്കെ. അപ്പൊ ആ ഒരു ഇതിന്റെ ഈ സുക്കൂനുള്ള ലെറ്ററിന്റെ മുകളിൽ സീൻ ഉണ്ടെങ്കിൽ അവിടെ എന്ത് ബാധകമല്ല? ഈ മിക്സിങ് ബാധകമല്ല. 2 സെപ്പറേറ്റ് പിന്നെ പ്രൊനൗൺസ് ചെയ്യും. ഇവിടെ ഒരു സ്ലൈറ്റ് പോസും കൊടുത്തിട്ട് പറയുക. ഓക്കെ, നിങ്ങളൊക്കെ എല്ലാവർക്കും ഓതി അറിയാവുന്നതായിരിക്കും. ചെറിയ സുറായനുണ്ട്, എല്ലാവരും ഓതുന്നതായിരിക്കും അല്ലേ? ഓക്കെ, പിന്നെ ലക്കും, അലം അഖുല്ലക്കും, അഖുല്ലക്കും ഇന്നി. ഇവിടെ എന്തുണ്ട്? നൂനിന് ശബ്ദം ഉണ്ട്. നൂനിന് ശബ്ദം ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? 2 കൗണ്ട് മണിക്കുക. ഇന്ന പ്ലസ് അനയാണ് ഇന്നി. ഇവിടെ ഇതും ഉണ്ട്, എന്തുണ്ട്? ഇന്നി, അല്ലെ? ഹംസ ഉണ്ട്. ഹംസ ഉള്ളത് കൊണ്ട് കെസ്റ നീട്ടാൻ യാമദ്ദുണ്ട്. അപ്പൊ ഒരു മദ്ദ് അവിടെ വന്ന്, തൊട്ടടുത്ത് എന്ത് വന്ന്? ഹംസയും വന്ന്. അപ്പൊ അവിടെ മദ് മുൻഫസിലാണ്. 2 വാക്കായത് കൊണ്ട് മദ് മുൻഫസിലാണ്. ഒരു 4 കൗണ്ട് നീട്ടിയിട്ട്
പ്രൊനൗൺസ് ചെയ്യുക. ഓപ്ഷണലാണ്. 4 കൗണ്ട് നീട്ടി അതിനെ പ്രൊനൗൺസ് ചെയ്യുക. ഇന്നി അഅലമു അഅലമു ഗൈബസ്സമാവാതി. അസ്സമാവാതി ഇവിടെ പിന്നെ എന്ത് ചെയ്യാന്ന് വെച്ചാല് സുക്കൂനിട്ട് പറഞ്ഞിട്ടേ ഫത്ത കൊടുക്കുക. ശ്രദ്ധ ഉള്ള എല്ലാ കേസിലും എങ്ങനെയാണ്? ഫസ്റ്റ് ലെറ്റർ സുക്കൂനും സെക്കൻഡ് ലെറ്റർ ഹർക്കയാണ് വരിക. അസ്സ. ഓക്കെ, നേരെ അങ്ങ് ഫത്തയിലേക്ക് പോകാണ്ട് ഗൈബസ്സമാവാതി വൽ അർദി വൽ അർദി. ഇവിടൊക്കെ ഇതുണ്ട്, ലാമുണ്ട്. സമാവാത്തി വൽ അർളി. വ ആലമു വ ആലമു. ഇവിടെ ബ ഖൽഖലയുടെ ലെറ്റർ ആണ്. തുബ്ദൂൻ. ബ മുഴക്കി പറയാം. തുബ്ദൂൻ. പെട്ടെന്ന് പറയുകയും ചെയ്യാം. ഖൽഖലയാണ്, അത് എന്താണ് പെട്ടെന്ന് പോകുന്നതാണ്. എന്താ പറയുക, ഷിദ്ദയുടെ ലെറ്റർ ആണ്. ഷിദ്ദ. തുബ്ദൂൻ. പിന്നെ ഇവിടെ കുന്തും. നൂൻ സാക്കിനയ്ക്ക് ശേഷം ത വന്ന് കുന്തും മണിക്ക. കുന്തും തെക്തുമു. ഇവിടെ കാഫിന് സുക്കൂനുണ്ട്. കാഫിന് സുക്കൂൻ ഇട്ടാലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞല്ലോ, കുറച്ച് കാറ്റ് വന്നിട്ടാണ് അത് പ്രൊനൗൺസ് ചെയ്യേണ്ടത്. തെക്തുമൂൻ. ഓക്കെ, ക്ലിയർ അല്ലേ സുമിയ ടീച്ചറെ? ഓക്കെ. ഈ ആയത്തിന്റെ തജ്വീദ് ഒന്നുകൂടെ പറയണമെന്ന് ആരോ പറയുന്നുണ്ട് ടീച്ചറെ. അതാ ലാമിന്റെ ആണോ പറയേണ്ടത്? ഈ ആയത്തിന്റേതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇത് ഇവിടെ എന്താണെന്ന് വെച്ചാല് മദ് മുത്തസിൽ എന്ന് പറഞ്ഞാല്, മദ് എന്ന് പറഞ്ഞാല് ഫതഹയെ നീട്ടാൻ അലിഫ് മദ്, കെസ്റയെ നീട്ടാൻ യാ മദ്, വമ്മയെ നീട്ടാൻ വാവ് മദ് ഉണ്ടാവും. ഇതേത് മദ് വന്നാലും ഈ മദ്ദിന് ശേഷം ഹംസ എന്നുള്ള ലെറ്റർ വന്നാൽ അവിടെ എന്തുണ്ടാവും? ഒന്നുകിൽ മദ് മുത്തസിലായി 4 കൗണ്ട് ഉണ്ടാവും അവിടെ. ഒന്നുകിൽ അത് മുത്തസിലായിരിക്കും, അല്ലെങ്കിൽ അത് മുൻഫസിലായിരിക്കും. ഓക്കെ, ഫതഹ വന്ന ഒരു അലിഫ് മദ് വന്നാല്, കെസ്റ വന്ന ഒരു യാ മദ്, വമ വന്ന് ഒരു വാവ് മദ്. ഇവിടെ വന്നിരിക്കുന്നത് ഫതഹയാണ്. യാ ആണ് ഫതഹ. അതിനെ നീട്ടാൻ ഒരു അലിഫ് സഗീർ അതിന്റെ മുകളിലുണ്ട്. യാടെ മുകളിൽ നിങ്ങൾ കാണുന്നുണ്ട്, അങ്ങനെ ചെറിയൊരു അലിഫ്. അത് കഴിഞ്ഞിട്ട് എന്തുണ്ട്? ഹംസയുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ നിർബന്ധം, ഇത് ഒരു വാക്കാണ്. ഒരു വാക്കല്ല ഇത്. യാ ആദമു, ഇത് 2 വാക്കാണ്. പക്ഷെ എന്താണ് 4 കൗണ്ട്. അതിന് 2 തരണ്ട്, ഒന്ന് മുത്തസിലുണ്ട്, ഒന്ന് മുൻഫസിലുണ്ട്. അപ്പൊ ഇത് മുൻഫസിലാണെങ്കിൽ നിർബന്ധമല്ല, മുത്തസിലാണ് എന്ത് നിർബന്ധം ഉള്ളത്. അപ്പൊ ഹംസ കണ്ടു കഴിഞ്ഞ് ഹംസന്റെ തൊട്ട് പിറകിൽ ഒരു മദ് ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങ് നീട്ടല് ചിലത് നിർബന്ധമാണ്, ചിലത് ഓപ്ഷനിലാണ്. എന്നാലും എല്ലാവരും നീട്ടിയിട്ട് തന്നെയാണ് അതിനെ പ്രൊനൗൺസ് ചെയ്യുക. പിന്നെ ഇത് ഇവിടെ ഉള്ളത് നൂനിന്റെ മുകളിൽ നൂന് കഴിഞ്ഞിട്ട് ബാ വന്നാൽ, സാക്കിനായ നൂനിനോ തൻവീനോ ശേഷം ബാ എന്നുള്ള ലെറ്റർ വന്നു കഴിഞ്ഞാൽ നൂനിന്റെ സൗണ്ടിനെ മീമിന്റെ സൗണ്ട് ആക്കി മാറ്റണം. അതിന് നമ്മൾ വിഷമിക്കാനൊന്നുമില്ല. ഖുറാനില് നൂനിന്റെ മുകളിൽ ഒരു മീം ഉണ്ടാവും, നോക്കിയാൽ മതി. നൂനിന്റെ മുകളിലൊരു മീമ് വന്നു കഴിഞ്ഞാൽ എന്താണ്? നൂനിനെ മീമാക്കാൻ വേണ്ടിയിട്ടാണ് അത്. ഓക്കെ, അതാണ് അംബി ഹും. നൂനിന്റെ സൗണ്ട് എവിടെയും ഉണ്ടാവൂല അവിടെ. അംബി ഹും. പിന്നെ ഹംസക്ക് സുക്കൂൻ ഇട്ട് വന്നാൽ ഹംസ കട്ട് ചെയ്യുന്ന ലെറ്റർ ആണ്. ഹംസത്തുൽ ഖത്ത എന്നാണ് അതിന്റെ പേര്. അപ്പൊ സുക്കൂൻ ഇട്ട് അതിനെ കട്ട് ചെയ്തിട്ടാണ് അടുത്ത അക്ഷരം പറയാൻ പാടുള്ളൂ. ഒന്ന് കട്ടാക്കിയിട്ട് അങ്ങ് പോകുക. അംബി ഹും. ഓക്കെ, ബി അസ്മാഇഹിം. ഇവിടെ മദ് മുത്തസിലാണ്, അല്ല മുൻഫസിലാണ്, അല്ല യെസ്, രണ്ടും ഒരു വാക്കാണ്. അസ്മാഇ ഒരു വാക്കിലാണെങ്കിൽ മദ്ദും ഹംസയും ഒരു വാക്കിലാണെങ്കിൽ എന്താണ്? മുത്തസിലും. മദ്ദും ഹംസയും 2 വാക്കിലാണെങ്കിൽ മുൻഫസിലും. നോക്കിയാൽ മതി. ഒരു വാക്ക് ഇവിടെ ഒരു വാക്കിലാണ്. ചിലത് ഇങ്ങനെ വാക്ക് കൂടിക്കിടന്നാൽ ഇതിപ്പോ ഇങ്ങനെ ഒന്നിച്ച് കിടക്കുന്നുണ്ട്, പക്ഷെ അതൊരു വാക്കല്ല, അത് 2 വാക്കാണ്. യാ വിളിക്കാൻ യൂസ് ചെയ്യുന്നതാണ്. ആദമു വിളിക്കപ്പെടുന്ന ഒരു നാമമാണ്. ഓക്കെ, പിന്നെ ഇവിടെ മദ് മുൻഫസിലാണ്. മദ്ദിന് ശേഷം ഹംസ വന്നു.
പിന്നെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി അവിടെ ഒരു അസാധാരണ മദ്ദിന്റെ ചിഹ്നം ഉണ്ട് അതിന്റെ മുകളിൽ. ഓക്കെ, ഇത് മദ് മുൻഫസിൽ. പിന്നെ ഇതിൽ 3 കാര്യമുണ്ട്. ഒന്ന് മദ് മുൻഫസിലുണ്ട്, പിന്നെ ഇതാ ഇഖ്ലാബ്, ഇതാ നൂനിന്റെ മുകളിൽ മീമ് വന്നിട്ടുണ്ട്, ബ ഇഖ്ലാബാണ് അല്ലെ. മദ് ഉണ്ട്, ഇഖ്ലാബ് ഉണ്ട്, പിന്നെ മീമിന് ശബ്ദ ഉണ്ട്, ശബ്ദ ഉണ്ടെങ്കിൽ മണിക്കുക. പിന്നെ ബി അസ്മാഇഹിം, ഇവിടെ മദ് മുത്തസിലാണ്, ഒന്നിച്ചാണ്, ഒരു വാക്കാണ്, ഒരു വാക്കിലായതുകൊണ്ട് മദ് മുത്തസിൽ. മഖുൽ. ഇവിടെ സാക്കിനായ ലാമിന്റെ നിയമം എന്താ വെച്ചാല് സുക്കൂനുള്ള ലാമിന് ശേഷം റായോ ലാമോ വന്നാൽ കൂട്ടി മിക്സ് ചെയ്ത് ഓതും. ലാമും റായും കൂടി മിക്സ് ചെയ്യും, ലാമും കൂടി മിക്സ് ചെയ്യും. ഇവിടെ ലാമും ആണ്, ഇവിടെ ഒരു ലാമുണ്ട് സുക്കൂനുള്ളത്, ഇവിടെ ഫത്തഹുള്ളത്, രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഇവിടെ ശബ്ദ വന്നത്. ഓക്കെ, അപ്പൊ ലാമും കൂടി മിക്സ് ചെയ്ത് ഇദ്ഗാം എന്ന് പറയും. ലാമിന്റെ ഇദ്ഗാം റൂളാണ് എന്ത്, സുക്കൂനുള്ള നൂനിന് ശേഷം ഹർക്കത്തുള്ള നൂന് വന്നാൽ, ലാമ് വന്നാൽ സുക്കൂനുള്ള ലാമിനെ ഹർക്കത്തുള്ള ലാമിലോട്ട് മിക്സ് ചെയ്തിട്ട് പാരായണം ചെയ്യും. അക്കുല്ലക്കും ഇന്നീ നൂനിനെ മണിക്കുക. പിന്നെ നൂനിന് കെസ്റയാണുള്ളത്, കെസ്റയെ നീട്ടാൻ യാമദ്ദാണ്. യാമദ്ദിന്റെ മുകളിൽ ഒരു അസാധാരണ മദ്ദിന്റെ ചിഹ്നമുണ്ട്, ഒരു ഹംസയുണ്ട് തൊട്ടപ്പുറം, അലിഫിന്റെ മുകളിൽ ഒരു ഹംസയുണ്ട്. അപ്പൊ ഇവിടെ 2 വാക്കാണ് മദ്ദുൽ മുൻഫസിൽ. 4 കൗണ്ട് നീട്ടിയിട്ട്, ഇവിടെ 4 കൗണ്ട് നീട്ടിയിട്ട് ഈ പറഞ്ഞിട്ട് ഓതുക. ഗൈബസ്സമാവാതി വൽ അർളി. ഇതിവിടെ സാക്കിന നൂനിന് ശേഷം താ വന്നു കഴിയുമ്പോ എന്താണ്, ആണ് എന്ത് ചെയ്യാ, മണിച്ചിട്ട് ഓതുക. നൂനിന്റെ സൗണ്ടിനെ മാറ്റി വെക്കുക, എന്നിട്ട് മണിക്കുക. എവിടെയും തൊടാണ്ട് മണിച്ചിട്ട് ഓതുക. ക്ലിയർ അല്ലേ? ഓക്കെ, സുമേരി ടീച്ചറെ ഓക്കെ അല്ലേ? ഓക്കെ ടീച്ചറെ. നെക്സ്റ്റ് നാം പറഞ്ഞ സന്ദർഭം. ഇത് ഖുൽന എന്ന് പറഞ്ഞാൽ ഖാല പ്ലസ് നായാണ് കേട്ടോ. ഖാല പ്ലസ് നായാണ് ഖുൽന എന്നത്. ഖുൽന നാം പറഞ്ഞു. ഇത് എന്ന് പറഞ്ഞാൽ സന്ദർഭം, അവസരം. ഇത് കഴിഞ്ഞു പോയ കാര്യം, ഇത് പറഞ്ഞാല് കഴിഞ്ഞു പോയതാണ്. ഇതാ പറയുമ്പോ നമ്മള് പ്രസന്റ് ഓർ ഫ്യൂച്ചറിനാണ് ഇതാ യൂസ് ചെയ്യുക. ഇതാണെങ്കിൽ കഴിഞ്ഞത്, ഇത് കഴിഞ്ഞു പോയില്ലേ. ഇത് ഖുൽന നാം പറഞ്ഞ സന്ദർഭം ആരോട്, ലിൽ മലായിക്കത്തി മലക്കുകളോട്. എന്താ പറഞ്ഞത്, ഉസ്ജുദു നിങ്ങൾ സുജൂദ് ചെയ്യൂ. ആർക്ക്, ലി ആദമിന്. അപ്പൊ ഫസജദു എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ എന്ത് ചെയ്ത്, പറഞ്ഞ കേട്ട മാത്രമേ എല്ലാരും സുജൂദ് ചെയ്തു. ആര് ചെയ്തില്ല, ഇല്ല ഇബ്ലീസ് ചെയ്തില്ല. അവൻ വിസമ്മതിച്ചു. വസ്തക്ബറ എന്തായി, അഹങ്കാരം നടിക്കുകയും ചെയ്തു. വകാന അതുകൊണ്ട് അവനായി തീർന്നത് മിനൽ കാഫിരീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട്. ഓക്കെ, അപ്പൊ മലക്കുകളോട് അള്ളാഹു അല്ലെ ആദം അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അത് ആദമിനുള്ള ആരാധനയല്ല അല്ലെ. ആദം അലൈഹിസ്സലാം പറഞ്ഞിട്ടല്ല മലക്കുകൾ സുജൂദ് ചെയ്ത്. ആര് പറഞ്ഞിട്ടാണ്, അള്ളാഹു പറഞ്ഞിട്ടാണ് സുജൂദ് ചെയ്തത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അനുസരിക്കുക എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിനുള്ള ആരാധനയാണ്. അപ്പൊ ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലെ, അള്ളാഹുവിന് മാത്രമാണല്ലോ സുജൂദ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ എങ്ങനെയാണ് ആദമിന് സുജൂദ് ചെയ്തത് എന്നുള്ള ഡൗട്ട് ഒന്നും ഉണ്ടാകാൻ കാര്യമില്ല. എന്താന്ന് വെച്ചാല് ആരുടെ കൽപ്പന സ്വീകരിച്ചതാണ്, അള്ളാഹുവിന്റെ കൽപ്പനയാണ് അവര് സ്വീകരിച്ചത്. ഓക്കെ, അപ്പൊ കൽപ്പന സ്വീകരിച്ച് അവര് സുജൂദ് ചെയ്ത്. ബട്ട് ആര് ചെയ്തില്ല, ഇല്ല ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല. അവൻ എന്ത് ചെയ്ത്, വിസമ്മതിച്ചു. വസ്തക്ബറ അഹങ്കാരം നടിക്കുകയും ചെയ്തു. അപ്പൊ ഇബ്ലീസ് എന്തല്ല, മലക്കല്ല. ഇബ്ലീസ് ജിന്ന് വർഗത്തിൽപ്പെട്ടതാണ്. ഇബ്ലീസ് മലക്കുകളെ കൂടെ ആയിരുന്നു അതിന്റെ സഹവാസം എന്നാ പറയുന്നത്. അതുകൊണ്ടാണ് അതിനും കൂടി ആ നിയമം ബാധകമായത്, സുജൂദ് ചെയ്യാന്നുള്ള.
ഓക്കെ. തന്നെയുമല്ല മലക്കുകളെ സംബന്ധിച്ചിടത്തോളം മലക്കുകൾക്ക് അള്ളാഹുവിനെ നിഷേധിക്കാനുള്ള ഒരു പവർ അള്ളാഹു കൊടുത്തിട്ടില്ല. മലക്കുകൾക്ക് എന്തിനുള്ള കഴിവേ കൊടുത്തിട്ടുള്ളൂ. അള്ളാഹുവിനെ അനുസരിച്ച് അള്ളാഹുവിനെ കൽപ്പനകൾ സ്വീകരിക്കാനുള്ള കഴിവ് മാത്രമേ ആർക്കുള്ളൂ? മലക്കുകൾക്കുള്ളൂ. അള്ളാഹുവിനെ ധിക്കരിക്കാനുള്ള ഓപ്ഷൻ കൊടുത്തത് ആർക്കെല്ലാണ്? മനുഷ്യന്മാർക്കും ജിന്നുകൾക്കാണ് അതിന് ഓപ്ഷൻ കൊടുത്തത്. അപ്പൊ അതുകൊണ്ടാണ് ജിന്ന് വർഗത്തിൽ പെട്ടത് കൊണ്ടാണ് ഇതിന് എന്ത് ചെയ്യാൻ പറ്റിയത്? അവിടെ ധിക്കരിക്കാൻ പറ്റിയത്. അള്ളാഹുവിനെ അനുസരണക്കേട് കാണിക്കാൻ പറ്റിയത് ഇത് ജിന്ന് പെട്ടത് കൊണ്ടാണ്. ഓക്കെ. അപ്പൊ അബ വിസമ്മതിക്കുകയും ചെയ്തു. വസ്തക്ബറ കാന മിനൽ കാഫിരീൻ. അപ്പൊ നമ്മള് ഇബ്ലീസിനെ നമ്മൾ അനുസരിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത്? നമ്മള് അള്ളാഹുവിന്റെ കൽപ്പനകള് അനുസരിക്കാൻ വിസമ്മതിക്കുകയും അഹങ്കാരം, അങ്ങനെ ഉണ്ട്, ആൾക്കാരുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട് ഇല്ലേ? അതും ഇതും പറയുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഇല്ലേ? നമുക്കതിനെ പേടിയാണെന്നല്ലാണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർ ആരുടെ കൂട്ടുകാരാ? ഇബ്ലീസിന്റെ കൂട്ടരാ. ഇബ്ലീസിന്റെ പണിയാണ് എന്ത്? അള്ളാഹുവിനെ ധിക്കരിക്കുകയും അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കുകയും ഇബ്ലീസിന്റെ പ്രവൃത്തിയാണ്. അപ്പൊ ഇബ്ലീസിനെ പിൻപറ്റുന്നവരാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു കാര്യം ചെയ്യുക. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ത് ചെയ്യുക? അള്ളാഹുവിനെ ആരാധിക്കുക. അള്ളാഹു എന്താണോ പറഞ്ഞത് അത് ചെയ്യുക. എന്ത് ചെയ്യരുത് എന്ന് പറഞ്ഞാല് അതിനൊക്കെ നമ്മൾ വിട്ടുക. നമുക്ക് അതിലൊരു ഗുണം ഉണ്ടാവൂല. നമുക്ക് അതിൽ ഗുണം ഉണ്ടാവൂല. നമ്മളത് ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം എന്തുകൊണ്ട് നമുക്കൊരു ദ്രോഹമുള്ള ഒരു ദോഷമുള്ള കാര്യമാണ് അള്ളാഹു നമുക്ക് വിലക്കിയത്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ വിലക്കിയിട്ടില്ല. വളരെ കുറച്ചേ ഉള്ളൂ വിലക്കിയിട്ടുള്ളൂ. കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും, നമുക്ക് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഞാൻ തജ്വീദ് നോക്കാം. നമുക്ക് ദാല് റഹോയുടെ ലെറ്ററാണ്. സുക്കൂനിട്ട് വന്നു കഴിഞ്ഞാൽ ടൈം കൊടുത്തിട്ട് പ്രൊനൗൺസ് ചെയ്യണം. ഇത് എന്ന് പറഞ്ഞ് പോയത് ലിൽ മലായിക്കത്തി. ഇത് നേരത്തെ പറഞ്ഞതാണ് മദ്ദുൽ അല്ലെ? മലായിക്കത്ത് നേരത്തെ പറഞ്ഞു നമ്മള്. മലായിക്കത്ത് മദ്ദുൽ മുത്തസിലാണ്, അതിന്റെ ഉള്ളിലാണുള്ളത്. മലായിക്കത്ത് മദ്ദു മുത്തസിലാണ്. ഉസ്ജുദു എന്ന് പറഞ്ഞാല് ഫിയൽ അമ്രാണ്. സുജൂദ് ചെയ്യൂ. ഇവിടെ ഫസ്റ്റ് ലെറ്റർ ഹംസത്തുൽ വസ്ലാണ്. നമ്മൾ കൂട്ടിയാണ് പാരായണം ചെയ്യുക അല്ലേ? മലായിക്കത്തിസ്ജുദു എന്നാ പറയാ. ലിൽ മലായിക്കത്തിസ് തിസ്ജുദു തിസ്. അതുകൊണ്ട് തന്നെ ഇതിനെന്തില്ല? പ്രസക്തി ഇല്ല. ഇവിടെ നിന്ന് തുടങ്ങുന്നുണ്ടെങ്കിൽ അത് ഊവാ വരിക. കാരണം ഇവിടെ ജീമിന് അതുകൊണ്ട് ഫസ്റ്റ് ലെറ്റർ ഹംസത്തുൽ വസ്ൽ എന്താ വരിക? ഊവാ വരിക. ഉസ്ജുദു ഫിഅല് അമ്രാണ്, കൽപ്പനയാണ്. ഉസ്ജുദു ലി ആദമ ഫസജദു. ഇവിടെ മദ് മുത്തസിൽ അല്ലെ? സജദു വാവ് മദ്ദുണ്ട്. ദാലിന് വമ്മയുണ്ട്, വമ്മയെ നീട്ടാൻ വാവ് മദ്ദുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ അലിഫ് മദ്, വാവ് മദ്, യാ മദ്. ഫത്തേ കെസ്റ ലമ്മയാണ് ഉണ്ടാവൂല കേട്ടോ. ഫത്തേ കെസ്റ ലമ്മയാണ് ഉണ്ടാവൂല. പക്ഷെ എന്ത് വേണം? ഈ മദ് വേണം. ഇത് മദ് വേണം. ആദ്യം മദ് വേണം. പിന്നെ എന്തും വേണം? ഹംസയും വേണം. ഒരു ടൈപ്പ്, വേറെ ടൈപ്പ് വരുമ്പോ പറയും നമ്മള് മദ്ദും ഹംസയും ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ മദ്ദുൽ മുൻഫസിൽ രണ്ട് വാക്കാണ്. തന്നെ ഇവിടെ അതിന്റെ ഉള്ളിലുണ്ട് ഇല്ലാ ഇബലീസ. ഇല്ല ലാമിന് അല്ലേ? ലാമിന് എന്തുണ്ട്? മദ്ദുണ്ട്. ലാമും അലിഫും കൂടി അതായത് ലാം അലിഫ്, ലാം പ്ലസ് അലിഫ്. എൻ്റെ മുകളിൽ ഒരു അസാധാരണ മദ്ദുണ്ട് ഈ. ഓക്കെ. ഇത് എന്താണ്? മദ്ദുൽ മുൻഫസിലാണ്. രണ്ട് വാക്കാണ്. ഇല്ലാ ഇബലീസ, ഇല്ലാ ഇബലീസ. ഓക്കെ. ലാമിന്റെ ഫത്തഹയെ എന്ത് ചെയ്യുക? ഫോർത്ത് കൗണ്ട് നീട്ടിയിട്ട് പ്രൊനൗൺസ് ചെയ്യുക. പിന്നെ അബ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കൽക്കലയുടെ ലെറ്ററാണ്, ഷിദ്ദയുടെ ലെറ്ററാണ്, കാറ്റ് വരൂല അല്ലെ? ജഹറാണ്. ഇബ്ലീസ അബാ. ഇവിടെ മദ്ദുണ്ട്, പക്ഷെ ഹംസയൊന്നും ഇല്ലാത്തതിനോണ്ട് ഇവിടെ രണ്ട് കൗണ്ട് മാത്രമേ നീട്ടാവൂ. അബാ വസ്തക്ബറ. സീനിന് സുക്കൂന് വന്നാല് എന്താണ്? ഹംസ ആണ്. കാറ്റ് വരും. റഹോവയാണ്. ടൈം സ്പെൻഡ് ചെയ്ത് പ്രൊനൗൺസ് ചെയ്യണം. ലൈറ്റ് ലെറ്റർ ആണ്. ഓക്കെ. വസ് സ്പെഷ്യൽ ക്വാളിറ്റി ഇല്ല. വസ്തക്ബറ
വസ്തക്ബറ. സ്പെഷ്യൽ ക്വാളിറ്റി പറയുമ്പം വിസിലിംഗ് സൗണ്ട് ഉണ്ടാവും. വസ്തക്ബറ. അതുപോലെ തന്നെ കാഫിന് സുക്കൂനിട്ട് വന്നു കഴിഞ്ഞാൽ കാഫിന് കുറച്ച് കാറ്റ്, ഇത്ര സീനിന്റെ അത്ര ഉണ്ടാവില്ല, ലേശം. വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. അടുത്തായ അപ്പൊ എല്ലാരും എടാ കിടക്കുന്നത്, എടാ ഉള്ളത് അതാ അലൈഹിസ്സലാം അല്ലേ? എവിടെയും ഇല്ല അല്ലെ? എവിടെയാന്നൊന്നും പറഞ്ഞിട്ടില്ല. സുജൂദ് സൃഷ്ടിച്ച് പേരൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് പേരൊക്കെ പറയിപ്പിച്ച് മലക്കുകളെ കൊണ്ട് സുജൂദും ചെയ്യിപ്പിച്ച് അല്ലെ? എന്നിട്ട് പിന്നെ പറയാണ് വഖുൽന ഖാല പ്ലസ്ന ഖുൽന, നാം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വിളിച്ചു പറഞ്ഞു, യാ ആദമു, ഏയ് ആദം, ഉസ്കുൻ നീ എന്ത് ചെയ്യാ? പാർത്തുകൊള്ള. സക്കന എന്ന് പറഞ്ഞാൽ എന്താണ്? സമാധാനത്തോടെ പാർക്കുക, സമാധാനത്തോടെ ജീവിക്കുന്ന പാർക്കുന്നതിനാണ് എന്ത് പറയുന്നത്? ഉസ്കുൻ, ശാന്തിയോടെ പാർക്കുക. എവിടെ? ആരെല്ലാം? അന്ത, നീയും, വസൗജുക, നിന്റെ ഇണയും. ആദം അലൈഹിസ്സലാമിന്റെ ഇണയും എന്ത് ചെയ്യാ? സമാധാനത്തോടെ താമസിക്കുക. എവിടെ? അൽ ജന്നത്ത, സ്വർഗത്തില്. എന്നിട്ട് എന്ത് ചെയ്യാ? കുല എന്ന് പറഞ്ഞാല് രണ്ടാളാണ്, രണ്ടാള് കുല. ഓക്കെ, കുലു എന്ന് പറഞ്ഞാല് കുറെ ആൾക്കാർക്ക് പറയുന്നതാണ് കുലു. കുൽ ഒരാളാണെങ്കിൽ കുൽ, കുല, കുലു. ഇത് അമ്രാണ്, പേര് അമ്രാണ്. നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുക. എന്ന് മിൻഹ അതിൽ നിന്ന്. ഇത് ഹാ വരാൻ കാരണം ജന്നത്ത് കണ്ടില്ലേ? ഈ പിന്നെ അവസാനം ഈ ഒരു താല്ലേ, താമർബുത്ത എന്ന് പറഞ്ഞ സാധനം ഉണ്ടെങ്കിൽ അത് സ്ത്രീലിംഗത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടയാളാണ്. മിക്ക കേസിലും ഇപ്പൊ ആണുങ്ങളെ പേരിന്റെ ബാക്കിലുണ്ടാവും ഹംസത്തു എന്നൊക്കെ ഉണ്ടാവും. അല്ലാത്ത അത് നമുക്ക് അറിയുന്നതാണല്ലോ. ആൾക്കാരെ പേര് എന്താണ്, ആണുങ്ങളെ പേര് പുല്ലിംഗാണെന്നുള്ള നമുക്കറിയാം. അല്ലാതെ ബാക്കിയുള്ള സംഭവത്തിലൊക്കെ ഇസ്മിലൊക്കെ ഈ താ വന്നു കഴിഞ്ഞാൽ അതെന്താണ്? സ്ത്രീലിംഗത്തിനെ സൂചിപ്പിക്കുന്ന ഒരടയാളാണ്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഹാ മിൻഹ. പുല്ലിംഗാണെങ്കിൽ ഹൂവ പറയാ, ഹു മിൻഹു, മിൻഹ അതിൽ നിന്ന്. മിൻഹ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന്. എന്താക്കുക? വകുല മിൻഹ വസ്കുൻ എവിടെ താമസിക്കുക? സ്വർഗത്തിൽ താമസിക്കുക. എന്നിട്ട് എന്ത് ചെയ്യാ? വകുല മിൻഹ റഗദൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സുഭിക്ഷമായിട്ട് എവിടെ നിന്ന് വേണമെങ്കിലും ഏത് സമയത്തും എവിടെ നിന്നും ഭക്ഷിക്കാം. ഓക്കെ, അതാണ് ഹൈസു ശിതുമ, നിങ്ങൾ ഉദ്ദേശിച്ചെടുത്തുനിന്ന്, ഉദ്ദേശിച്ച പ്രകാരം. ഓക്കെ, സന്തോഷത്തോടെ സുഭിക്ഷമായിട്ട് കഴിക്കാം, ഭക്ഷിക്കാം, താമസിക്കാം. വല തഖറബ, എന്ത് ചെയ്യാൻ പാടില്ല? വല തഖറബ, അടുത്തു പോകാൻ പാടില്ല. എവിടെ? ഹാദിഹി ഷജറത. ഹാദിഹി എന്ന് പറഞ്ഞാലും സ്ത്രീലിംഗത്തിന് പറയുന്നതാണ്. ഹാദ പുല്ലിംഗത്തിനാണ്, ഹാദിഹി സ്ത്രീലിംഗം. അത് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇസ്മുൽ ഇഷാറ പറയും, ചൂണ്ടിക്കാണിക്കാൻ. ഹാദിഹി ഷജറത, എവിടെ അടുക്കാൻ പാടില്ല? ഷജറത്തിലേക്ക് അടുക്കാൻ പാടില്ല. അങ്ങനെ അടുത്തു കഴിഞ്ഞാൽ ഫതകൂന, നിങ്ങളായിത്തീരും. എന്തായിത്തീരും? മിനവാലിമീൻ. നിങ്ങൾ അങ്ങോട്ട് അടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിത്തീരും? ദുൽമ് ചെയ്ത് വാലിമീങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾ പെട്ടുപോകും. അല്ലെ? അർത്ഥം ക്ലിയർ അല്ലേ? എല്ലാ സ്വർഗത്തിലാക്കി ആദം അലൈഹിസ്സലാമിനെയും അല്ലെ, വൈഫിനെ പറ്റി അങ്ങനെയാണ് പറയുന്നത്. എങ്ങോട്ട് മാറ്റി? സ്വർഗത്തിലോട്ട് ആക്കി. എന്നിട്ട് അവിടെ ജീവിച്ചോളാൻ പറഞ്ഞ്, എന്നിട്ട് എവിടെ നിന്ന് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും എന്തും സുഭിക്ഷമായിട്ട് കഴിക്കാം. പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല? ഒരു മരമുണ്ട്,
ഒരൊറ്റ മരം, അതിന്റെ അടുത്തേക്ക് അടുത്ത് പോകാൻ പാടില്ല. അങ്ങനെ അടുത്ത് പോയാൽ എന്താണ് പ്രശ്നം? അങ്ങനെ അടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ വാലിമീങ്ങളിൽ പെട്ടുപോകും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്വർഗത്തില് നടക്കുന്നത് സംഭവം എന്താന്ന് വെച്ചാല് ഭൂമിയിലേക്ക് വന്നു കഴിയുന്ന സമയത്ത് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ള ട്രെയിനിങ് ആണ്. അപ്പൊ നമുക്ക് കുറേ ഹലാലുണ്ട് അല്ലെ, കുറേ ഹലാലായ കാര്യങ്ങളുണ്ട്, കുറച്ച് ഹറാമുകളുണ്ട് അല്ലെ, കുറച്ച് ഹറാമുകളുണ്ട്. വലാ തഖ്റബ. അപ്പൊ ഈ ഹറാമിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാല് ഹലാല് നമുക്ക് ഒരുപാടുണ്ടെങ്കിലും ഹറാം കുറച്ചാണെങ്കിൽ ആൾക്കാർക്ക് എന്തിനായിരിക്കും ഇൻട്രസ്റ്റ്? ഹറാമിനാണ് ഇൻട്രസ്റ്റ് ഉണ്ടാകുക. ഓക്കെ, അതിന് കൂടുതൽ അട്രാക്ഷൻ ഉണ്ടാവും എന്ന് പറയുന്നത്. ഹറാമിലേക്ക് നമുക്ക് കൂടുതൽ നമ്മൾ അട്രാക്ട് ചെയ്യപ്പെടും. അപ്പൊ ഈ അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്, ഇത് ഈ പഴം കഴിക്കരുത് എന്നല്ല പറഞ്ഞത് അല്ലേ, പഴം കഴിക്കരുത് എന്നൊന്നും പറഞ്ഞിട്ടില്ല എവിടെയും. വല തെക്കൂല എന്നൊന്നും പറഞ്ഞിട്ടില്ല. എന്താ പറഞ്ഞത്? വക്കുലാന്നേ പറഞ്ഞിട്ടുള്ളൂ. കുല തിന്നോളൂ, ഇവിടെ തിന്നരുതെന്ന് പറഞ്ഞിട്ടില്ല. എന്താ പറഞ്ഞത്? നിങ്ങൾ അടുക്കരുത് എന്നാ പറഞ്ഞത്. അങ്ങനെ അടുക്കരുത് എന്ന് പറയാൻ കാര്യം എന്താ വെച്ചാല് അടുത്താൽ നമ്മൾ അതിൽ പെട്ടു, അടുത്താല് അതിൽ പെട്ടു. എങ്ങനെ പെട്ടു? നമ്മൾ പെടും, നമ്മളെ നെഫ്സിന്റെ ഷെറ് കൊണ്ട് നമ്മൾ പെടും. നമ്മളെ പഴപ്പിക്കാൻ ഒരാളുണ്ടല്ലോ അല്ലെ, കൂടെ തന്നെ ഒരാളുണ്ടാവും. അതും അതിന്റെ ഒരു കാരണത്താൽ നമ്മൾ എന്ത് ചെയ്യും? അതിലോട്ട് പെട്ടുപോകാൻ സാധ്യത ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങോട്ട് അടുക്കുകയേ ചെയ്യരുത്. അപ്പൊ ഇത് നമുക്കുള്ളൊരു പാഠമാണ്. എന്താണ്? ഹറാമായ കാര്യത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യരുത്? തീരെ അടുത്തു പോരുത്. അടുത്തു പോയാല് നമ്മൾ അതിൽ പെട്ടുപോകാൻ നല്ല സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു ഇങ്ങനെ അടുക്കരുത് എന്ന് പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആയി വിചാരിക്കുക. അതൊക്കെ നിങ്ങൾ കേട്ടതായിരിക്കും. നമുക്ക് ഇന്നത്തെ ജീവിതം നോക്കാം. യാ ആദമു. സുമയ്യ ടീച്ചറെ ക്ലിയർ അല്ലേ പറഞ്ഞതൊക്കെ? ക്ലിയർ ആ ടീച്ചറെ, ക്ലിയർ ആണ്. യാ ആദമു, ഇവിടെയും വിളിച്ചു അല്ലെ, ആദം യാ വിളിക്കാൻ യൂസ് ചെയ്യുന്നതാണ്. ആദമു, ആദമേ. സ്കുൻ, ഇവിടെ എന്തുണ്ട്? മദ് മുൻഫസിലുണ്ട്. യാ ആദമു, മദ് മുൻഫസിലുണ്ട്. യാ എന്നുള്ളത് 4 കൗണ്ട് നീട്ടിയിട്ട് പ്രൊനൗൺസ്. സ്കുൻ അന്ത എഫാണ്. സാക്കിനായ നൂനിന് ശേഷം താ വന്നു, എഫാണ്. എവിടെയും തൊടിക്കാണ്ട് എന്ത് ചെയ്യുക? അന്ത അന്ത വസൗജുകൽ ജന്ന. ജന്ന, ജന്നത, ജന്നത. ഈ ഫുൾ സ്റ്റോപ്പ് ഇടുമ്പോഴേ ഹാ സുക്കൂൻ ഇട്ടിട്ട് ഫുൾ സ്റ്റോപ്പ് ഇടാം. ഇവിടെ നമുക്ക് ഫുൾ സ്റ്റോപ്പ് ഇടാനുള്ള അടയാളമൊന്നും ഇല്ല, അതിനുകൊണ്ട് ജന്നത്ത എന്ന് തന്നെ പറയണം. ജന്നത്ത, നൂനിനെ 2 കൗണ്ട് മണിക്കുക. ജന്നത്ത വകുല മിൻഹ, മിൻഹ. ഇത് നൂൻ സുക്കൂനിന് ശേഷം തൊണ്ടയുടെ അക്ഷരമായതുകൊണ്ടാണ് മിൻ, മിൻ ഹ, മിൻഹ. രണ്ടും രണ്ടെണ്ണാണ്, കൂടി എഴുതിയെന്നുള്ളൂ. മിൻ ഹ, മിൻ ഇൽ നിന്ന്, മിൻ ഇൽ നിന്ന്, ഹ അതിൽ. ഹ എന്ന് പറഞ്ഞാൽ അവിടെ ജന്ന, മിൻ ഹ. ഓക്കെ, ഇത് എന്താണ്? ഇൽഹാറാണ്. സക്കിനാന നൂനിന് ശേഷം തൊണ്ടയുടെ അക്ഷരമായ ഹ വന്നത് കൊണ്ട് ഇൽഹാർ. മിൻഹ റഗദൻ, റഗദൻ. ദാലിന് എന്തുണ്ട്? പത്തേ തൻവീനുണ്ട്, കഴിഞ്ഞിട്ട് എന്തുണ്ട്? ഹാ ഉണ്ട്. അപ്പൊ നമ്മള് അതും തൊണ്ടയുടെ അക്ഷരാണ്. ഹാ തൊണ്ടയുടെ അക്ഷരാണ്. അപ്പൊ തൻവീനിലുള്ള, തൻവീൻ എന്ന് പറഞ്ഞാല് ഫത്ത പ്ലസ് നൂൻ സുക്കൂനാണ്. അൻ, അൻ, ഫത്ത പ്ലസ് നൂൻ സുക്കൂൻ. അപ്പൊ ഈ നൂൻ സുക്കൂലിനെ പ്രൊനൗൺസ് ചെയ്യുക. കാരണം ഇവിടെ എന്തുണ്ട്? തൊണ്ടയുടെ അക്ഷരങ്ങൾ വന്നാൽ അല്ലേ ഇൽഹാറാണ്. ഇൽഹാർ എന്ന് പറഞ്ഞാൽ നൂനിനെ വെളിവാക്കിയിട്ട് പ്രൊനൗൺസ് ചെയ്യുക. റഗദൻ, അൻ, അൻ പറയാ. റഗദൻ ഹൈസു ശിതുമ. ഇതിനുള്ളിൽ എന്തുണ്ട്? ഷി, ഒരു ഹംസ സുക്കൂൻ ഉണ്ട്, അതിനെന്ത് ചെയ്യുക? കട്ട് ചെയ്ത് പ്രൊനൗൺസ് ചെയ്യുക. ശിതുമ, ശിതുമ. വല തഖറബ, തഖറബ. ഖാഫിന് സുക്കൂനാണ്, ഖൽഖല. തഖ, അത് ഖൽഖലയാണ്, കാറ്റ് വരൂല, ജഹ്റാണ്, സമയം കൊടുക്കൂല, ശിദ്ദയാണ്. തഖ, തഖറബ ഹാദിഹി ഷജറത. ഇവിടെ ഒന്നും എന്തില്ല, അത്തജീവിന്റെ നിയമങ്ങളൊന്നുമില്ല. തകൂന മിനൽ. ഇത് ശരിക്കും മിൻ ആണ്, മിൻ, മിനാണ്. ഇവിടെ ലാമിന് സുക്കൂൻ ആയതുകൊണ്ട്, സുക്കൂനില്ല, സുക്കൂന്റെ അടയാളം ഇല്ലെങ്കിൽ അത് സുക്കൂനാണ്. പിന്നെ തന്നെയുമല്ല പ്രൊനൗൺസ് ചെയ്യുന്ന മിന്ന് കഴിഞ്ഞിട്ട് പ്രൊനൗൺസ് ചെയ്യുന്ന നെക്സ്റ്റ് ലെറ്റർ വ ആണ്. വ
ശ്രദ്ധയ്ക്ക് വാ സുക്കൂൻ പ്ലസ് വാ ഫത്തഹയാണ്. അതുകൊണ്ടാണ് മീന വന്നത്. 2 സുക്കൂന് അറബിയിൽ അടുത്ത് വരൂല. ഓക്കെ, മീന മീന വാലിമീൻ. ഓക്കെ, ഇനി അടുത്തത് എന്ന് പറഞ്ഞാല് അവരെ പിഴപ്പിച്ചു. ആരെ? ആദം അലൈഹിസ്സലാമിനെയും ഭാര്യനെയും പിഴപ്പിച്ചു. ആര്? അശ്ശൈത്താനു, ശൈത്താൻ. അൻഹ, അതിൽ നിന്ന്. അൻഹ എന്ന് പറഞ്ഞാല് സ്വർഗത്തിൽ നിന്ന്. അൻഹ ഫഅഖ്റജഹുമ, ഫഅഖ്റജഹുമ. എന്നിട്ട് എന്ത് ചെയ്തു? അവരെ ഫ എന്നിട്ട് അഖ്റജ പുറത്താക്കി. ഖർജ എന്ന് പറഞ്ഞാൽ പുറത്തായി, അഖ്റജ പുറത്താക്കി. ഹുമ, ഹുമ എന്ന് പറഞ്ഞാൽ രണ്ടാളും. ഹുവ എന്ന് പറഞ്ഞ ഒരാള്, ഹുമ രണ്ടാള്, ഹും എന്ന് പറഞ്ഞാൽ കുറെ പേര്. ഇവിടെ 2 പേരാണുള്ളത്. ഹുമ ഫഅഖ്റജഹുമ മിമ്മ, മിൻ പ്ലസ് മായാണ് മിമ്മ. ഏതിലാണോ അവരുള്ളത് അതിൽ നിന്ന്. മിൻ മാ, മിമ്മ കാന. കാനയുടെ എന്താണ് 2 പേര് പറയുന്നതാണ് കാന. കാന, കാന ഫീഹി. കാന എന്ന് പറഞ്ഞ ഒരാളാണ്. കാന രണ്ടാള്. കാന ഫീഹി, അതിൽ നിന്ന്. അപ്പൊ ഏതിലാണോ അവരുണ്ടായിരുന്നത് അതിൽ നിന്ന് അവരെ പുറത്താക്കി. അപ്പൊ അവര് സ്വർഗത്തിലായിരുന്നു. അവരതിൽ നിന്ന് ആര് പുറത്താക്കി? പിശാജ്, ഷെയ്ത്താന് പുറത്താക്കി. ഓക്കെ, വഖുൽന. അപ്പൊ ഖാല പ്ലസ് നായാണ് ഇത്. അള്ളാഹു പറഞ്ഞാണ് വഖുൽന, വഖുൽനഹ്ബിതു, വഖുൽനഹ്ബിതു. ഏത് ഹംസത്തുൽ വസ്ലുകൊണ്ടാണ് തുടങ്ങിയത്? ഇഹ്ബിതു ആണ്, ഈ ആണ്. പക്ഷെ നമ്മൾ കൂട്ടിയാണ് പാരായണം ചെയ്യുക. വഖുൽന. അപ്പൊ ഇവിടെ നൂനിന്റെ മദ് പോവൂല, മദ് ഉണ്ടാവൂല. ഉൽന, നൂനിന് ഫതഹയേ ഉണ്ടാവുള്ളൂ. ഉൽന, നാ ഉണ്ടാവൂല. ഉൽന, നൂനിന്റെ ഫതഹ കഴിഞ്ഞിട്ട് ഹാ സുക്കൂനിലോട്ട് വരും. ഓക്കെ, കാരണം എന്താന്ന് വെച്ചാല് ഹംസത്തുൽ വസ്ലിന് തൊട്ട് മുന്നിലുള്ള മദ്ദിനെ നീട്ടൂല. നമ്മള് എത്ര വലിയ മദ്ദായാലും ചെറുതായാലും അത് നീട്ടൂല. അതുകൊണ്ടാണ് ബഅദുകും, ബഅദുകും ലിബഅദിൻ അദുവ്. ഓക്കെ, നിങ്ങളിൽ ചിലർ ചിലർക്ക്. ബഅദുകും എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ ചിലർ, ലിബഅദിൻ ചിലർക്ക്, അദുവ്, അദുവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശത്രു. നിങ്ങളിൽ ചിലർ ചിലർക്ക് ശത്രുക്കളാണ് എന്ന് പറഞ്ഞാല് മനുഷ്യകുലത്തിന് തന്നെ ശത്രു ആരായിട്ട് ആര് കിടക്കുന്നുണ്ട്? അശ്ശൈത്വാൻ അല്ലേ. പിന്നെന്തുണ്ട്? മനുഷ്യന്മാര് തമ്മിലും ശത്രുത ഉണ്ടാവും. അതാണ് പറയുന്നത്. അപ്പൊ നമ്മളോട് ആദം അലൈഹിസ്സലാമിനോടും ഭാര്യനോടും ഭൂമിയിലോട്ട് പോരാനാ പറഞ്ഞത്. ഭൂമിയിലോട്ട് ഇറങ്ങിപ്പോകൂ. നിങ്ങൾ ഒരു ഉപദേശം എന്നുള്ള നിലക്ക് പറഞ്ഞു തന്നാണ്, സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞാണ്. ബാദുക്കും ലിബാദിൻ അദൗ വലക്കും വലക്കും. അപ്പം ആൻഡ് നിങ്ങൾക്ക് എന്തുണ്ട്? ലക്കും, നിങ്ങൾക്കുണ്ട്. ഫിൽ അർദി. അപ്പൊ പറഞ്ഞത് എങ്ങോട്ടാണ്? ഭൂമിയിലേക്കാന്ന് ഉറപ്പായി. ഫിൽ അർദി മുസ്തഖറുൻ. മുസ്തഖറു എന്ന് പറഞ്ഞാല് സമാധാനത്തോടെ പാർക്കാനുള്ള സ്ഥലമുണ്ട്. മതാഉൻ, മതാഉൻ എന്ന് പറഞ്ഞാല് ജീവിക്കാനുള്ള വിഭവങ്ങളും. നമുക്ക് ജീവിക്കാനുള്ള വേണ്ടാവുന്ന ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഇലഹീൻ എന്ന് പറഞ്ഞാല് എല്ലാ കാലത്തും ഉണ്ടാവില്ല, കുറച്ചു കാലം, ഒരു സമയം വരേക്കും. അള്ളാഹു എത്ര ഖിയാമത്ത് നാൾ എന്നാണോ അള്ളാഹു തീരുമാനിച്ചത് അന്ന് വരേക്കുള്ള വിഭവങ്ങളും താമസ സ്ഥലവും എവിടെ ഉണ്ട്? ഭൂമിയിലുണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാരെയും കൂടി ഭൂമിയിലേക്ക് അയച്ചതാണ്. ഓക്കെ, അപ്പൊ നമ്മള് അതിന്റെ ബാക്കിയാണ് ഇപ്പൊ നമ്മൾ ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പൊ നമ്മള് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാല്, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ആട്ടിൻ പറ്റം, നമ്മളൊരു ആട്ടിൻ പറ്റമാണെങ്കിൽ ശൈത്താൻ ഒരു ചെന്നായാണെന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മള് എപ്പോഴാണോ നമുക്ക് പ്രൊട്ടക്ഷൻ പോകുന്നത് അപ്പൊ ഈ സാധനം നമ്മളെ പിടികൂടും. നമ്മളുടെ പ്രൊട്ടക്ഷൻ ഇല്ലാത്ത സമയത്ത് ആട്ടിൻ പറ്റത്തിനൊന്ന് ആലോചിച്ച് നോക്കി. ചെന്നായിന്റെ പിടിയില് അകപ്പെടാൻ ആട്ടിന് എന്തെങ്കിലും പ്രയാസം ഉണ്ടോ? അല്ലേ?
അല്ലേ? അപ്പൊ ആ ഒരു രീതിക്കാണ് എന്ന് പറഞ്ഞാല് നമ്മള് എല്ലാ സമയവും നമ്മൾ ആരുടെ സംരക്ഷണത്തിലാ. ഇത് നമുക്ക് ഒറ്റയ്ക്ക് പൊരുതാൻ പറ്റൂല ഇതിനോട്. നമ്മൾ ഒറ്റയ്ക്ക് നമുക്ക് എന്ത് ചെയ്യൂല, നമുക്ക് അതിനോട് മത്സരിക്കാനോ അല്ലെങ്കിൽ തോൽപ്പിക്കാനൊന്നും പറ്റൂല. ഒന്നാമത് നമ്മൾ കാണാത്ത ശത്രുവാണ്. നമ്മൾ എങ്ങോട്ട് കാണും, പക്ഷെ നമുക്ക് അങ്ങോട്ട് കാണാൻ പറ്റൂല. ഈ നമുക്ക് എല്ലാ മോശം കാര്യവും നന്മയാക്കി തോന്നിപ്പിക്കുന്നത് ആരാണ്? ശൈത്താനാണ്. അപ്പൊ നമ്മള് സദാസമയം എന്ത് ചെയ്യാ, നമ്മളെ പ്രൊട്ടക്ഷൻ അള്ളാഹു ആണ്. അള്ളാഹുവിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിലേ ആരിൽ നിന്ന് രക്ഷപ്പെട്ടു? ശൈത്താനിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ സദാസമയവും അള്ളാഹുവിന്റെ അള്ളാഹുവിനെ നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുക. ഒന്ന്, അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുക. അള്ളാഹുവിന്റെ ദിക്ർ ചെല്ലുക. രാവിലെയും വൈകുന്നേരം ചെല്ലുന്ന ദിക്റിലുണ്ടല്ലോ, ഷെയ്ത്താനിൽ നിന്റെ വലയിൽ നിന്നും അവന്റെ ഷെറിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നുണ്ടല്ലോ. രാവിലെയും വൈകുന്നേരം നമ്മൾ ചെല്ലുന്ന അദ്കാറുകളിലുണ്ടല്ലോ അത്. അപ്പൊ അതൊക്കെ ചൊല്ലി ഖുർആൻ പാരായണം നടത്തി അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് സദാസമയം നിന്നാലേ അള്ളാഹുവിന്റെ പ്രൊട്ടക്ഷനിലാണെങ്കിൽ നമ്മളത് പിടികൂടാതുള്ളൂ. അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഇത് പിടികൂടും, ഉറപ്പാണ്. നമുക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അല്ലെ? അള്ളാഹുവിനെ വിശ്വസിക്കാത്ത ആൾക്കാരുടെ പ്രവൃത്തി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതെല്ലാം എന്തിന്റെ പിറകിലാണ്ടാകുക? ശൈത്താന് ആണ് എല്ലാരെയും പിടികൂടി എല്ലാം പിഴപ്പിച്ച് എല്ലാരെയും അതേതായാലും നരകത്തിലാണ് അല്ലേ? അതിന്റെ കൂടെ കുറെ ആൾക്കാരെയും കൂടി കൊണ്ടുപോകും. അങ്ങനാണല്ലോ അള്ളാഹുവിനോട് വെല്ലുവിളിച്ചതാണ്. അപ്പൊ നമ്മൾ അള്ളാഹുവിന്റെ പ്രൊട്ടക്ഷനിൽ ജീവിക്കാൻ ശ്രമിക്കുക. എല്ലാ സമയത്തും നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുക. ഇതിലെ തജ്വീദിന്റെ നിയമങ്ങള് ഇവിടെ ഒന്നുമില്ല. അശ്ശൈത്വാനും ഇവിടെയും ഈ മീമിന്റെ മദ് പ്രൊനൗൺസ് ചെയ്യൂല കേട്ടോ. മാ കഴിഞ്ഞിട്ട് മീമിന് ഫത്ത കഴിഞ്ഞിട്ട് അശ്ശയിലേക്ക് പോരും. ഇവിടെ മദ് പിന്നെ ഹംസത്തുൽ വസിലിനെ പ്രൊനൗൺസ് ചെയ്യൂല. അത് കഴിഞ്ഞിട്ട് ഒരു ലാമുണ്ട്, ലാമിനെ പ്രൊനൗൺസ് ചെയ്യൂല. മാ ഫത്ത ഷീൻ ഫത്ത അതിലേക്ക് പോകും. മഷ ശബ്ദ ഷീന് ശബ്ദല മഷ ഷൈത്താനു അൻഹ വഅഖ്റജഹുമാ മിമ്മ. ഇവിടെ മീമിന് എന്ത് ചെയ്യുക? ശ്രദ്ധ ഉണ്ട്, മണിച്ചിട്ട് രണ്ട് കൊണ്ട് മണിക്കും. മിമ്മ കാന പീ. ഇവിടെ നമുക്ക് എന്തുണ്ട്? പുൽസോപ്പിടാനുള്ള ഒരു ചിഹ്നം ഉണ്ട്. പീ ഹാക്ക് സുക്കൂനിട്ടിട്ട് പുൽസോപ്പിടാൻ. മിമ്മ കാന പീ. ഇനി പുൽസോപ്പിടുണ്ടെങ്കിൽ കുട്ടി ഒന്നിനും കുഴപ്പമില്ല. നൂന് ഫത്ത ഹാ സുക്കൂൻ അങ്ങോട്ടാ വരിക. നൂനിന്റെ മദ് പ്രൊനൗൺസ് ചെയ്യൂല, സംസത്തുൽ വസ്ലും പ്രൊനൗൺസ് ചെയ്യൂല. നൂൻ ഫതഹ ഹാ സുക്കൂൻ. ബഅ്ദുക്കും ലിബഅദ്. ഇവിടെ ബാദിന് എന്തുണ്ട്? കെസ്ര തൻവീനുണ്ട്, അതിന്റെ ഐനാണുള്ളത്. അപ്പൊ തൊണ്ടയുടെ അക്ഷരമായതുകൊണ്ട് ബാദിൻ ലിബാദിൻ ഇൻ പറയും. അത് ഇവിടെ വാവിന് തൻവീനുണ്ട്, വേണമെങ്കിൽ സുക്കൂനിട്ടിട്ട് നിർത്താം. അപ്പൊ ഈ ശ്രദ്ധയില് സുക്കൂനിട്ട് നിർത്തുന്ന സമയത്ത് നെബർ ചെയ്യാതെ കുറച്ച് നമ്മൾ അവിടെ അങ്ങനെ നിക്കണം. അത് സാധാരണ സുക്കൂനിട്ട് പോകുമ്പോൾ നമ്മൾ പോകൂല. ഇനിയിപ്പം ഇവിടെ നിർത്തണമെന്ന് നിർബന്ധമല്ല, കണ്ടിന്യൂ ചെയ്ത് ഓതുന്നത് ആണ് നല്ലത് എന്നുള്ള ചിഹ്നമാണ് അവിടെ കിടക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാ? കൂട്ടി ഓതുകയാണെങ്കിൽ തൻവീനു ശേഷം വാവ് വന്നതിനോണ്ട് നമ്മൾ എന്ത് ചെയ്യാ? വാവില് മണിക്കുക അല്ലെ? ഇതാം ബിയോന്നയാണ് അവിടെ വരിക. അതുവും വലക്കും ഫിൽ അർദി മുസ്തഖറും ഇവിടെ എന്താണ്? ഇതാ ബിയോന്ന മുസ്തഖറും മതഉൻ ഈ ഹംസയാണ്. അപ്പൊ ഇവിടെ ലമ തൻവീനുണ്ട്. ലമ തൻവീനു ശേഷം ഹംസ വന്നു കഴിഞ്ഞാല്, തൻവീനു ശേഷം ഹംസ വന്നാല് ഹംസയും തൊണ്ടയുടെ ലെറ്റർ ആയതുകൊണ്ട് എന്താണ്? ഇൽഹാറാണ്. മതഉൻ ഇലാഹീൻ. ഓക്കെ.
ഓക്കെ. അപ്പൊ നമ്മള് സദാ ദുആ ചെയ്ത് അല്ലെ, നമ്മളെ മാതാപിതാക്കളെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയ മാതിരി നമുക്ക് തിരിച്ചു പോകാനുള്ളത് ഇങ്ങോട്ടാണ്, സ്വർഗത്തിലോട്ടാണ് തിരിച്ചു പോകാനുള്ളത്. അപ്പൊ അങ്ങോട്ട് അവിടുന്ന് നമ്മളെയും കൂടിയും അതിലേക്ക് കയറ്റാതിരിക്കാനുള്ള സകല മാർഗങ്ങൾ ആര് ചെയ്യും നമുക്കറിയാം. നമ്മൾ മുൻകൂട്ടി അള്ളാഹു നമുക്ക് പറഞ്ഞു തന്ന ശത്രുവാണ് ഇബ്ലീസ്. അപ്പൊ അതിനെ ശത്രുവായി കണ്ട് എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് ജീവിക്കുക. ഓക്കെ. ഓക്കെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് ഇലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബന ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. السلام عليكم ورحمة الله وبركاته.